ഓം അമൃതേശ്വരി നമഃ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ കെട്ടിടത്തിൻ്റെ ടെറസിൽ നടക്കുകയായിരുന്നു. എൻ്റെ സത്സംഗം മലയാളത്തിൽ പറഞ്ഞു പഠിച്ചുകൊണ്ട്. അപ്പോൾ ഒരു കാക്ക പറന്നു വന്ന് കുറച്ച് ദൂരെയായി മാറിയിരുന്നു. അവൻ്റെ കൊക്കിൽ ഒരു വലിയ ഇഡ്ഡലി കഷ്ണമുണ്ട്. ആ കാക്ക ഇഡ്ഡലി കൊത്തി തിന്നുന്നതും നോക്കി ഞാൻ അവിടെ തന്നെ നിന്നു. പകുതി കഴിഞ്ഞപ്പോൾ അവൻ്റെ വയർ നിറഞ്ഞു എന്നെനിക്ക് തോന്നി. കാരണം ബാക്കി കഷ്ണം ഇഡ്ഡലി അവൻ്റെ കൊക്കിൽ കൊത്തിയെടുത്തു. ചാടി ചാടി അവനൊരു ചെടി ചട്ടിയുടെ അടുത്തേക്ക് എത്തി. തല ചരിച്ചു ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കി. ആരും അവനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്താൻ. ഞാനൊരു പ്രശ്നമേ അല്ല എന്ന് അവന് തോന്നിക്കാണും. ചട്ടിക്കുള്ളിൽ ആ കാക്ക ബാക്കിയുള്ള ഇഡ്ഡലി കഷ്ണം ഒളിച്ചു വച്ചു. ആ ഇഡ്ഡലി കഷ്ണം നല്ലവണ്ണം ഒളിച്ചു വയ്ക്കുവാൻ നമ്മുടെ ചങ്ങാതിക്ക് സാധിച്ചു. ദൗത്യം നിർവഹിച്ചതിന് ശേഷം അവൻ ആകാശത്തിലേക്ക് പറന്നുയർന്നു. ആ കാക്കയുടെ സ്വഭാവവും പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് നമ്മൾ മനുഷ്യരെ തന്നെയാണ് ഓർമ്മ വന്നത്. കാരണം നമുക്കുമുണ്ട് ഈ ഒരു സ്വഭാവം. ഓരോന്നും ശേഖരിച്ച് കൂട്ടി വയ്ക്കുക എന്നുള്ള സ്വഭാവം. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയുവാൻ എനിക്കൊരു ആകാംക്ഷ വന്നു. പക്ഷെ എന്താണ് നടന്നതെന്നോ? നമ്മുടെ കാക്ക തിരിച്ചു വരുന്നതിന് മുമ്പ് ആ ചെടികൾ നട്ട ബ്രഹ്മചാരിണി ചേച്ചി അവിടെ എത്തി. 2 കൈകളിലും ഓരോ ബക്കറ്റുമുണ്ട്. ഒന്നിൽ നിറയെ ചാണകം, മറ്റേതിൽ വെള്ളം. അവിടെയുള്ള ചട്ടിക്കല്ലിലെല്ലാം ആ ചേച്ചി ആദ്യം തന്നെ ചാണകമിട്ടു. അതിനുശേഷം നല്ലവണ്ണം വെള്ളവും ഒഴിച്ചു. ആ ഇഡ്ഡലി കഷ്ണം ഉണ്ടല്ലോ, ചാണക മിശ്രിതവുമായി കൂടിച്ചേർന്നു. അങ്ങനെ ഇഡ്ഡലി കഷ്ണത്തിൻ്റെ കഥ അവസാനിച്ചു. നമ്മുടെ കാക്ക ഒരു സുഹൃത്തിനെ വിളിച്ച് ഇഡ്ഡലി പങ്കുവച്ചിരുന്നെങ്കിൽ അത് നഷ്ടപ്പെടുമായിരുന്നില്ല, വെറുതെ പോകുമായിരുന്നില്ല. നമ്മളും ഈ കാക്കയെപ്പോലെ നമ്മുടെ സ്വാർത്ഥതയിൽ പെട്ടുകൊടുങ്ങി കിടക്കുകയല്ലേ? നമ്മൾ സ്വാർത്ഥതയിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഇഡ്ഡലി കഷ്ണം മാത്രമല്ല വെറുതെ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതം തന്നെ വ്യർത്ഥമായി പോവുകയാണ്. അമ്മ പറയുന്നു, മക്കളെ, സന്തോഷം അനുഭവിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. നമുക്ക് നമ്മളെ മറന്ന് മറ്റുള്ളവരെ സ്നേഹിക്കാനാകുന്നില്ല. എനിക്ക് വേണം എന്നുള്ള ചിന്തയിൽ എന്തും നമ്മുടേത് മാത്രമാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. ഈ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു മനസ്സിൻ്റെ ചായ്വ് വിട്ടാൽ മാത്രമേ സന്തോഷം നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണമാക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വാർത്ഥ മനോഭാവം, മറ്റുള്ളവരിൽ നിന്നും നമുക്ക് എന്ത് നേടാനാകുമെന്ന ചിന്ത വെടിയണം. പകരം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് എന്ത് നൽകുവാനാകും, ആ ചിന്ത നമ്മളിൽ ഉണരണ്ടേ. നൽകുവാൻ മനസ്സുള്ളവൻ ഒരു രാജാവാണ്. എടുക്കുവാൻ മാത്രം മനസ്സുള്ളവൻ ഒരു യാചകനും. ഈ ജീവിതത്തിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത് നമ്മൾ മറ്റുള്ളവരുമായി എന്തെല്ലാം പങ്കിടാൻ തയ്യാറാകുന്നു എന്നതിലാണ്. കല്ലിനുള്ളിലെ തേൻ പോലെ ആകരുത് നമ്മളുടെ സ്നേഹം. അത് പുറത്തേക്ക് ഒഴുകിയില്ലെങ്കിൽ, മറ്റുള്ളവർക്കായി നാം സമയം കണ്ടെത്തിയില്ലെങ്കിൽ നാം തന്നെയാണ് ആദ്യം ദുഃഖിക്കുന്നത്. കാരണം നൽകുന്നതിലും പങ്കിടുന്നതിലുമാണ് യഥാർത്ഥ സന്തോഷം. അതാണ് യഥാർത്ഥ ജീവിതം. കൊടുക്കുന്നതല്ലേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അമ്മയുടെ ഒരു നോർത്ത് ഇന്ത്യ യാത്ര സമയം 100 ആളുകൾ അമ്മയുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഉച്ച സമയത്ത് ഊണ് കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും അമ്മയുടെ ചുറ്റും ഒരു വയലിൽ ഇരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ അമ്മയ്ക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു. അമ്മ നമ്മളെ എല്ലാവരെയും സ്നേഹത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് എങ്ങനെ പറഞ്ഞു, ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പങ്കിട്ട് നൽകും? അപ്പോൾ അമ്മയുടെ ഗൃഹസ്ഥ മക്കളുടെ ഹാൻഡ് ബാഗുകളിൽ നിന്നും ബിസ്ക്കറ്റ് പാക്കറ്റുകൾ പുറത്ത് വരാൻ തുടങ്ങി. അമ്മ ഓരോ പാക്കറ്റും തുറന്ന് അതിലെ ബിസ്ക്കറ്റുകൾ എടുത്ത് കുഞ്ഞു കഷ്ണങ്ങളായി ഒരു വലിയ പാത്രത്തിലേക്ക് പൊട്ടിച്ചിടുവാൻ തുടങ്ങി. അങ്ങനെ 2-3 പാത്രങ്ങൾ അമ്മ നിറച്ചു. അതിനുശേഷം അമ്മ ആ പ്ലേറ്റുകൾ വിതരണത്തിനായി പാസ് ചെയ്തു. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ കഷ്ണം കിട്ടിയില്ലേ എന്ന് ഉറപ്പ് വരുത്തി. എല്ലാവരുടെയും കൈകളിൽ അമ്മയുടെ പ്രസാദം എത്തിയെന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ അമ്മയുടെ ഒരു വെസ്റ്റേൺ മകൾ എഴുന്നേറ്റ്
ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഒരാൾ അമ്മയ്ക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നൽകിയപ്പോൾ അത് എല്ലാവർക്കുമായി പങ്കുവയ്ക്കുവാനുള്ള അമ്മയുടെ ആഗ്രഹം അറിഞ്ഞ് മറ്റു പലരും അവരുടെ ബിസ്ക്കറ്റ് പാക്കറ്റുകൾ അമ്മയ്ക്ക് നൽകി. അമ്മ അത് 100 കഷ്ണങ്ങളാക്കി പങ്കുവച്ചു നമുക്കെല്ലാവർക്കും തന്നു. അങ്ങനെ നമ്മുടെ മനസ്സും നിറച്ചു. ഇത് കാണുമ്പോൾ പണ്ട് കാലത്തെ അത്ഭുത കഥകൾ എനിക്ക് ഓർമ്മ വരുന്നു. കുറച്ച് ഭക്ഷണം കൊണ്ട് കുറേ വയറുകൾ നിറച്ച കഥകൾ. അമ്മേ, അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ഒരിക്കലും സംഭവിക്കാനാകാത്തത് സംഭവിക്കുന്നതാണോ? അതോ മറ്റുള്ളവർക്ക് നൽകുവാനായി എല്ലാവർക്കും ഒരുപോലെ മനസ്സ് വരുമ്പോൾ സംഭവിക്കുന്നതാണോ? അമ്മയുടെ ഉത്തരം സുന്ദരമായിരുന്നു. മക്കളെ, സൃഷ്ടിയിലില്ലാത്തത് ഒന്നും പുതിയതായി നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുകയില്ല. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കൂടെ പങ്കിടാനുള്ള ഒരു മനസ്സ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നമ്മളിൽ എല്ലാവരിലും 2 ഭാവങ്ങളുണ്ട്. സ്വാർത്ഥഭാവം, ഇഡ്ഡലി കഷ്ണം പൂഴ്ത്തിവെച്ച നമ്മുടെ കാക്കയുടെ ഭാവം, എല്ലാം നമുക്ക് മാത്രമായി പൂഴ്ത്തിവെക്കുന്ന ഒരു ഭാവം. രണ്ടാമത്തൊരു ഭാവവുമുണ്ട്, നിസ്വാർത്ഥ ഭാവം, മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഭാവം. നമുക്ക് നിശ്ചയിക്കാം ഇതിൽ ഏതിനെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്, ഏതിനെയാണ് നമ്മൾ ശക്തമാക്കേണ്ടത്. അമ്മ പറയുന്നു, മക്കളെ, നൽകുവാൻ പഠിക്കൂ. നൽകുന്നവന് മാത്രമേ എടുക്കുവാൻ അവകാശമുള്ളൂ. നൽകുവാൻ മനസ്സുള്ളവനെ എല്ലാവരും സ്വീകരിക്കും. നമ്മൾ എടുക്കുന്നതും അനുഭവിക്കുന്നതും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി തീരും. നമ്മൾ നൽകുന്നതും പങ്കുവെക്കുന്നതും എന്നും നമ്മുടെ കൂടെ ഉണ്ടാകും, സംതൃപ്തിയായി, സമാധാനമായി, അഭിവൃദ്ധിയായി. നൽകുന്നതിൻ്റെയും പങ്കുവെക്കുന്നതിൻ്റെയും വെളിച്ചം നമ്മുടെ ഹൃദയത്തിലെ സ്വാർത്ഥതയെ ഇല്ലാതെയാക്കുവാനായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം. ഓം അമൃതേശ്വരിയേ നമഃ.